അപ്പം ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ നമുക്ക് സാറൊരു വണ്ടി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, സാറ് ഇവിടെ ആയിട്ട് ഇത് വണ്ടി കൊണ്ടുവച്ചിട്ട് പോയി. ഇപ്പോൾ സാറ് രാത്രിയായിരുന്നു കൊണ്ടുവച്ചത്. സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ നീയൊന്ന് അവിടെ സ്റ്റേഷൻ വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാർ എടുത്തിട്ട്. അപ്പം എന്താണ് ഒന്നും അറിഞ്ഞുകൂടാ. അപ്പം നമുക്ക് എന്തായാലും നേരെ ഈ ഒരു കാർ എടുത്തിട്ട് സ്റ്റേഷനിൽ ആ സൈഡിലായിട്ട് പോയി നോക്കും. അപ്പം എന്തിനാണ് ഈ കാർ ആരെയാണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നമ്മൾ തട്ടാണ്ടും മുട്ടാണ്ടും മെല്ലെ ഈ ഒരു കാറിനെ നമ്മുടെ സന്നിധിയിലേക്ക് എത്തിക്കണം. ഓക്കെ, അപ്പം എന്നാലും നമുക്ക് മെല്ലെ അടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ ആയതുകൊണ്ട് അപ്പം നമുക്ക് വേഗം തന്നെ എത്തിക്കട്ടോ. ഓക്കെ, അപ്പം നമ്മൾ നൈസിലി ഈ ഒരു ബ്രിക്കിൻ്റെ ബോർഡിൽ കയറ്റണം. ഓക്കെ, അപ്പം നമ്മൾ കയറ്റി വളക്ക് ഓക്കെ വേഗം പോ. പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാം കേട്ടോ. അപ്പം ഇനി സാറിനോട് ചോദിച്ചോക്കെ എന്തിനാണ് സാർ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് സാറിനോടൊന്ന് ചോദിച്ചോട്ടോ. അപ്പം സാർ എന്താണ് കുഴപ്പം? എന്താണ് സാർ? എടാ, ഞാൻ ഇന്നലെ രാത്രി നിൻ്റെ വീട്ടിലൊരു കാർ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഓക്കെ. അതിന് എടാ, ആ കാറ് ഒരു കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണ്. നമ്മളപ്പോൾ പിടിച്ചിട്ട് നിൻ്റെ വീട്ടിൽ വെച്ചാണ്. നീ ആ കള്ളനെ, ഈ ജയിലിൽ കിടക്കുന്ന ആളാണ് കള്ളൻ, പക്ഷെ ഇവൻ്റെ കൂടെ ഒരുത്തനും കൂടി ഉണ്ട്. നീ അവനെ പോയി ഒന്ന് പിടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഫുള്ളാവൂ ഈ കള്ളന്മാർ. അല്ലാണ്ട് ഇവനെ മാത്രം പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ സാർ, ഞാൻ പിടിച്ചു തരാം. പക്ഷേ പ്രതിഫലം നിനക്ക് ഞാൻ കുറച്ച് പൈസ തരാം. ഓക്കെ ഏട്ടാ, ഈ മുകളിലൊന്നും ചേട്ടൻ ഇതൊന്നും എടുത്തിട്ടില്ലേ? ഇല്ലടാ, വെറുതെ ഒഴിഞ്ഞു കിടക്കുന്നൊരു സ്പേസാണ്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ഇനി എന്തെങ്കിലും ചെയ്യണം ഇവിടെ. ഓക്കെ ആ ചേട്ടാ, പക്ഷെ ഇവിടെ ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. ബട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തോടോ? ഇല്ല ഒന്നുമില്ല. അപ്പം എന്തായാലും ഞാൻ നേരെ പോയി അവനെ പിടിക്കുക. അവൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടോ? ഞാൻ ആ ബ്ലാക്ക് കാർ എടുക്കാട്ടാ ഏട്ടാ. ഓക്കേടാ, നീ ആ ബ്ലാക്ക് കാർ എടുത്തോ. ഓക്കെ, ഇത് ഓടിയാണ്. ഓടി അപ്പം എന്തായാലും നമുക്ക് നേരെ ഇത് വെച്ച് കയറിയിട്ട് അവൻ്റെ ലൊക്കേഷനൊക്കെ സാർ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ലൊക്കേഷനിലോട്ടാണ് പോകേണ്ടത്. ഓക്കെ, അപ്പം ഈ ഒരു വണ്ടീൻ്റെ സൗണ്ട്, ഈ ഒരു ഗെയിമിൻ്റെ സൗണ്ട് എനിക്ക് പിടിക്കാത്തൊക്കെ ഉണ്ടാ. ഓക്കെ, അപ്പം ലൊക്കേഷനൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നേരെ വേഗം പോകട്ടോ ലൊക്കേഷനിലേക്ക്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ലൊക്കേഷനിലേക്ക്. അപ്പം ഈ ഒരു കാറ് ഇനി ആ ഒരു ക്രിമിനലിന് ഗൈസ്, ഈ ഒരു കാറില്ലേ, ആ കള്ളൻ രക്ഷപ്പെടാൻ വേണ്ടി എടുത്തതാണെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ വരുമ്പോൾ തന്നെ ഇതിന് എന്തൊക്കെയോ കുഴപ്പമുണ്ട്. കണ്ട, ക്ലച്ച് മര്യാദയ്ക്ക് വീഴുന്നില്ല. അങ്ങനത്തെ എന്തൊക്കെയോ കുഴപ്പമുണ്ട് ഇതിന്. എന്തൊക്കെയോ ഇതിനൊരു പശക്ക്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വേഗത്തിൽ ഓടിക്കാം. ആ കള്ളൻ്റെ ലൊക്കേഷനൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി മെല്ലെ ഈ ഒരു സൈഡിൽ കൂടെ ഒരു ബിൽഡിങ്ങിൻ്റെ റോട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഈ കള്ളൻ്റെ കാറായതുകൊണ്ട് ഈ കള്ളന് ഡൗട്ടടിക്കും. അതുകൊണ്ടാണ് സാർ എനിക്ക് വഴി പ്രത്യേകം പറഞ്ഞ് പിടിപ്പിച്ച് തന്നിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഇതൊന്നും കൂടി ഇങ്ങനെ ചുറ്റി കണ്ട, അതാണ് ആ വീടാണ് ആ കള്ളൻ്റെ വീട്. അപ്പം നമുക്ക് എന്തായാലും നേരെ ഈ ഒരു ബിൽഡിങ്ങിൽ നൈസായിട്ട് വെക്കാം കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ഇവിടെ ഇറങ്ങാം. ഇനി നമുക്ക് മെല്ലെ എന്തെങ്കിലും ഒരു തോക്ക് കൈ പിടിക്കാം. നമുക്കിപ്പം പിസ്റ്റൺ പിടിക്കാം. അപ്പം നമുക്ക് എന്തായാലും നേരെ വേഗം ഓടി വല്ല പമ്മി ആ സാധനത്തിൻ്റെ അവൻ്റെ വീടിൻ്റെ അകത്തേക്ക് കയറണം. ഓക്കെ, അവൻ്റെ വീട്ടിൽ ചിലപ്പം എന്തെങ്കിലും ഒരു കുഴപ്പമില്ലാണ്ടിരിക്കില്ല. ഓക്കെ, ഇവിടെ മരമൊക്കെ വന്നോ? ഓക്കെ, നമുക്ക് മെല്ലെ പൊക്കെ ഈ ഒരു സൈഡിലോട്ട് നമുക്ക് കയറാട്ടോ. മുമ്പിൽ കൂടെ കയറി കഴിഞ്ഞാൽ പണി കിട്ടും. ഓക്കെ, മെല്ലെ ഓക്കെ
ചൂണ്ടിക്കോ എടുത്തോ. ഏയ് ആരെങ്കിലും ഉണ്ടോ? പുറത്തു വന്നോ. ആരും ഇല്ലേ? ആരും ഇല്ലല്ലോ, ഇവിടെ ആരും ഇല്ല. ആ ഇതിനെന്താണ് ഒരു ഫോൺ അടിക്കുന്നത്? എനിക്ക് എടുത്തുക്കാം. ഹലോ, ആരാ? ഞാനാണ് ഇന്ത്യൻ ദ വേൾഡ് മോസ്റ്റ് ക്രിമിനലാ? അതെ, ഞാൻ എൻ്റെ വീട്ടിലാണ് നീ ഇപ്പോൾ ഉള്ളത്. അവിടുന്ന് വേഗം പുറത്തിറങ്ങിക്കോ. എന്താണ്? ഈ ഒരു വീട് മുഴുവൻ ഇപ്പോൾ സ്റ്റിക്കി ബോംബിട്ട് വെച്ചിട്ടുണ്ട്. നീ 5 സെക്കൻഡിനുള്ളിൽ അത് പൊട്ടും. ഒന്ന് പോയേ. സ്റ്റിക്കി ബോംബ്. എന്നാൽ നമുക്ക് മെല്ലെ പുറത്തിറങ്ങി നിൽക്കാം. എന്തായാലും പൊട്ടിക്കില്ല. ഇവിടെ എന്തായാലും അവനില്ല. അപ്പം നമുക്ക് എന്തായാലും നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം, ഇവിടെ അവനില്ല. ഓക്കെ, നൈസായിട്ട് പോയി പറയാം. സാറേ, ആ വീട്ടിൽ അവനില്ല എന്ന് നമുക്ക് പോയി പറയാം കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് നൈസായി പണി കിട്ടിയിട്ടുണ്ട്. ഓ, നമ്മുടെ കാർ അവൻ പൊട്ടിച്ച് പൊക്ക വന്നളിയാ നമ്മളെ കാറിന്. ഇനി എന്തായാലും ഇതെടുത്തിട്ട് പോകാൻ പറ്റത്തില്ല. ഈ അടുത്ത പാർട്ടി ഞാൻ ഇടാം കേട്ടോ. അപ്പം